ഹായ്, ചാപ്റ്റർ 6 ഡിറ്റർമിനേഷൻ ഓഫ് നാഷണൽ ഇൻകത്തിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പോർഷനാണ് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. അതിൽ ഫസ്റ്റ് പോർഷൻ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഈ ചാപ്റ്ററിൽ തന്നെ യൂണിറ്റ് 2 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പോർഷനിലേക്ക് കിടക്കാം. Circular flow of income refers to continuous circulation of production, income generation and expenditure involving different sectors of an economy. ഇതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ടു എക്സ്പെൻഡിച്ചർ വരെ, അതായത് പ്രൊഡക്ഷൻ, ഇൻകം ജനറേഷൻ, എക്സ്പെൻഡിച്ചർ, ഇത് മൂന്നുമുള്ള ഒരു സർക്കുലർ ഫ്ലോ ആണ്. അതായത് പ്രൊഡക്ഷൻ തുടങ്ങി ഇൻകം ജനറേഷൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് അത് വെച്ച് എക്സ്പെൻഡിച്ചർ പോകുന്നു, പിന്നെ പ്രൊഡക്ഷൻ വന്നു. ഇങ്ങനെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ വീണ്ടും ഇന്റർലിങ്ക്ഡ് ഫേസ് ആയിട്ട് പറയുന്നതാണ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ ഡിസ്പോസിഷൻ. ഇതിനെ മൂന്നിനെയും കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഗുഡ്സ് സർവീസും പ്രൊഡ്യൂസ് ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് വെച്ചാൽ ഫാക്ടറി ഇൻകം ആണ് പറയുന്നത്. ഫാക്ടറി ഇൻകത്തിൽ റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആണ് പറയുന്നത്. ഓക്കെ ആണോ? ഡിസ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താ? കൺസംഷൻ, മെയിൻലി കൺസംഷൻ ആണ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ ആണോ? ഇൻ പ്രൊഡക്ഷൻ ഫേസിൽ എന്താ പറയുന്നത്? ഫാക്ടറി സർവീസസ്, ഗുഡ്സ് എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫാക്ടറി സർവീസസിന്റെ ഹെൽപ്പ് വെച്ചാണ് ഗുഡ്സ് സർവീസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇൻകം ഓർ ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, ഫാക്ടറി ഇൻകം ഇൻ ദ ഫോം ഓഫ് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഫ്രം ഫേംസ് ടു ഹൗസ് ഹോൾഡ്, ഫേംസ് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു, അതാണ് പറയുന്നത്. എക്സ്പെൻഡിച്ചർ ഓർ ഡിസ്പോസിഷൻ ഫേസിൽ ചെയ്യുന്നത് കൺസംഷൻ ഓഫ് ഗുഡ്സ്, മെയിൻലി കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പിന്നെ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദിസ് എക്സ്പെൻഡിച്ചർ ലീഡ്സ് ടു ഫർദർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സസ്റ്റെയിൻ ദ സർക്കുലർ ഫ്ലോ. ഇതാണ് നമ്മൾ ആദ്യം നോക്കിയത്. പ്രൊഡക്ഷൻ തുടങ്ങി, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആയി, അത് കഴിഞ്ഞിട്ടോ എക്സ്പെൻഡിച്ചർ ഫേസിലെത്തി. എക്സ്പെൻഡിച്ചർ ഫേസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ദിസ് ലീഡ്സ് ടു ദ ഫർദർ പ്രൊഡക്ഷൻ, വീണ്ടും പ്രൊഡക്ഷൻ ഫേസിൽ തന്നെ എത്തുന്നു. ഓക്കെ ആണോ? ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിനെ കുറിച്ച് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ യൂണിറ്റ് 2 ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അത് നമ്മൾ അപ്പം നോക്കാം. ഇത് ജസ്റ്റ് ഇപ്പോൾ ഒരു ഐഡിയക്ക് വേണ്ടി നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞിട്ടൊരു ടേബിൾ ആണ് താഴെ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ ഈ മെയിൻ ആയിട്ട് അടുത്ത ടോപ്പിക് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ടേബിൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? Corresponding to the three phases, there are three methods of measuring national income. ഈ ഫേസസ് കറസ്പോണ്ട് ചെയ്ത് നമുക്ക് 3 രീതിയിൽ എങ്ങനെയായിരിക്കാം നാഷണൽ ഇൻകത്തിനെ മെഷർ ചെയ്യാം. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റ്. ഫസ്റ്റ് എങ്ങനെയാ? വാല്യൂ ആഡഡ് മെത്തേഡിനെ നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയും. അതേപോലെ ഇൻകം മെത്തേഡ്, അതേപോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡാണ് നമുക്കുള്ളത്. പ്രൊഡക്ഷൻ, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ വാല്യൂ ആഡഡ് മെത്തേഡ് ഓർ പ്രൊഡക്റ്റ് മെത്തേഡ് നോക്കാം. The value added method measures the contribution of each producing enterprises in the domestic territory of a country. Domestic territory ആണ് in an accounting year and entails consolidation of production of each industry less intermediate purchase from all other industries. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കാം. ഒരു ഫാർമർ 100 റുപ്പീസിന് എന്ത് ചെയ്തു? വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് 100 റുപ്പീസിന് ആ വീറ്റ് സെയിൽ ചെയ്യുക. ആർക്കാ സെയിൽ ചെയ്യുന്നത്? 100 റുപ്പീസിന്റെ വീറ്റ് ഒരു മില്ലറിന് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ അവന് പൊടിപ്പിക്കുന്ന സ്ഥലത്ത് അത് വിൽക്കുമ്പോൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്? 100 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ? ആ മില്ലർ എന്നാ ചെയ്യുന്നത്? ആ മില്ലർ അത് പൊടിച്ചു കഴിഞ്ഞിട്ട് ഒരു 50 റുപ്പീസും കൂടെ ആഡ് ചെയ്ത്, പൊടിച്ചു കഴിഞ്ഞതിന്റെ ചാർജ് ആയിട്ട് 50 റുപ്പീസ് ആഡ് ചെയ്ത് 150 റുപ്പീസിന് ആർക്ക് സെയിൽ ചെയ്യുക? ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബേക്കറിക്ക് ആ ഫ്ലോർ 150 റുപ്പീസിന് കൊടുക്കുവാണ്. ഓക്കെ ആണോ? ഫാർമർ 100 റുപ്പീസിന് കൊടുത്തു, മില്ലർ അത് 50 കൂടെ ആഡ് ചെയ്ത് 150 റുപ്പീസാണ് കൊടുക്കുന്നത്. പിന്നെ ആ ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഷോപ്പ് എന്നാ ചെയ്യുന്നത്? കൂടെ ഒരു 100 റുപ്പീസും കൂടെ ഇട്ട് ബ്രെഡ് ആക്കി കഴിഞ്ഞിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന് 250 റുപ്പീസിന് കൊടുക്കുന്നു. ഓക്കെ ആണോ? ഇവിടെ നമ്മളിപ്പോൾ നോക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ നോക്കി, അതേപോലെ അത് കഴിഞ്ഞിട്ടോ വീറ്റ് മില്ലറിന്റെ കയ്യിലെത്തിയത് നോക്കി, അത് കഴിഞ്ഞിട്ട് ഫൈനൽ കൺസംഷന്റെ അല്ലെങ്കിൽ ഫൈനൽ കൺസ്യൂമറിന്റെ കയ്യിൽ എത്തുന്നത് വരെ നമ്മൾ നോക്കി. ഇതിൽ പറഞ്ഞിരിക്കുന്നത് all the producing enterprises are broadly classified into 3 mainly sector, namely primary sector, secondary sector, tertiary or service sector. These sector are further divided into subsector. ഈ സബ്സെക്ടർ എങ്ങനെയാണ് വീണ്ടും ഡിവൈഡ് ചെയ്തേക്കുന്നത്? കമ്മോഡിറ്റി ഗ്രൂപ്പ് ഓർ എ സർവീസ് ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പം ഇതിനും നമ്മുടെ എക്സാമ്പിളിന് റിലേറ്റഡ് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ വാല്യൂ ആഡഡ് മെത്തഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. ഓരോ സെക്ടറിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മൾ ആഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇത് മൊത്തത്തിൽ നമുക്ക് ടോട്ടൽ ചെയ്ത് എത്ര വരും? 100 പ്ലസ് 150 പ്ലസ് 250 ചെയ്യുമ്പോൾ എത്ര വരും? 250 പ്ലസ് 250 500 വരും. ഓക്കെ ആണോ? നമുക്ക്
500 rupees ആണ് വരുന്നത്. പക്ഷേ ഇതാണോ നമ്മുടെ GDP അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് വരുന്നത്? നമ്മൾ GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ ഫൈനൽ കൺസംപ്ഷൻ, അതായത് ഈ 250 മാത്രമാണ് ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ ഈ ഗ്രോസ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഓരോ സെക്ടർ വൈസും ആഡ് ചെയ്യും. ഓക്കെ ആണോ? അതായത് പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ അഗ്രികൾച്ചറിൽ 100 ആഡ് ചെയ്യും. അതേപോലെ ഇൻഡസ്ട്രി, അതായത് സെക്കൻഡറി സെക്ടർ ആയിട്ട് തന്നെ ആ മില്ലറിന്റെ കേസ് അരി പൊടിപ്പിക്കുമ്പോൾ കിട്ടിയ എത്ര 50 rupees അല്ലേ എക്സ്ട്രാ ആഡ് ചെയ്യും. അതേപോലെ ഫൈനലായിട്ട് ടേർഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ എത്തുമ്പോൾ എത്ര 100 rupees എന്ത് വന്നു, 100 rupees കൺസ്യൂമറിന്റെ അടുത്ത് എത്തുമ്പോൾ ആഡ് ചെയ്തു. മൊത്തത്തിൽ നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വന്നത്? 100 + 100 + 50 250 rupees. ഓക്കെ ആണോ? GDP ബേസ് നമ്മൾ ചെയ്യുമ്പോൾ 250 ആ ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഗ്രോസ് വാല്യൂ ആഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തഡിൽ നമ്മൾ എന്ത് ചെയ്തു? ഓരോ സെക്ടർ വൈസും കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തു. ഇതാണ് മെയിൻ കൺസെപ്റ്റ് ഇതിൽ പറയുന്നത്. അതായത് GDPയിലും അതേപോലെ ഗ്രോസ് വാല്യൂ ആഡഡിലും അൺഡ്യൂപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ എന്താ, ഡബിൾ കൗണ്ടിങ് എന്ന ഇതും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ? അതായത് നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ എത്ര 500 കിട്ടിയില്ലേ ഇവിടെ? 500 എന്ന് വെച്ചാൽ ഇതിൽ 100 ഇതിലും ഇൻക്ലൂഡ് ആണ്, 150യുടെ കൂടെ ഇൻക്ലൂഡ് ആണ്, 250യുടെ കൂടെ ഇൻക്ലൂഡ് ആണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് അത് ഡബിൾ കൗണ്ടിങ് ആണ്. പക്ഷേ സെക്കൻഡ് മെത്തേഡിൽ 100 + 50 + 100 അതാണെങ്കിൽ എന്താ, ഡ്യൂപ്ലിക്കേറ്റ് അവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി GDPയിൽ നിന്ന് എന്താ വ്യത്യാസം വരുന്നത് വെച്ചാൽ ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ യൂസ്. പക്ഷേ GDP നമുക്ക് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി ഓവറോൾ എക്കണോമിയുടെ ഔട്ട്പുട്ടാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? വാല്യൂ ആഡഡ് മെത്തേഡും ഓർ പ്രൊഡക്റ്റ് മെത്തേഡിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഫാർമറിന്റെ എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് മറന്നു പോകില്ല. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ ഇതിന്റെ ഇക്വേഷൻ നോക്കാം. ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇതെന്താ? ഈ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് വെച്ചാൽ ഒന്നും കൺഫ്യൂസ് ആവണ്ട. ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് വെച്ചാൽ GDP ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് വാല്യൂ ദിസ് ഈസ് സെയിം ആസ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ മെയിൻ ആയിട്ട് പറയുന്നത് സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ ദ സ്റ്റോക്ക്, അത് നോട്ട് ചെയ്ത് വെക്കുക. അത് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ചേഞ്ച് ഓഫ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ഓഫ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ ആണോ? ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ്, അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയതല്ലേ നെറ്റ് വാല്യൂ ആഡഡ്. നെറ്റ് വാല്യൂ ആഡഡ് എന്ന് വെച്ചാൽ എന്താണ്? GVA, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് വെച്ചാൽ GDP ആണെങ്കിൽ നെറ്റ് വാല്യൂ ആഡഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? NDP ആയിരിക്കും. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ ഇക്വേഷൻ എന്താ? നമ്മൾ കഴിഞ്ഞ വീഡിയോ നോക്കിയതായിരുന്നു. ഫസ്റ്റ് ലെറ്റർ Gനെ N ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ഡിക്രീസ് ചെയ്യണം. ഓക്കെ ആണോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. GDP മൈനസ് ഡിപ്രിസിയേഷൻ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ ഫാക്ടർ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? നെറ്റ് വാല്യൂ ആഡഡ്, അതായത് NDP മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് ആയിട്ട് ആകും. ഇത് സെയിം ഇക്വേഷൻസ് ആണ്, ഒന്നും ചേഞ്ച് ഇല്ല. ഓക്കെ അല്ലേ? പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? നാഷണൽ ഇൻകം NNPFC. NNP ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ ഈ ഡിനെ ഡൊമസ്റ്റിക്കിനെ N ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, വാല്യൂ ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, ഗവൺമെന്റ് എന്റർപ്രൈസസ്, ഹൗസ് ഹോൾഡ്, പിന്നെ സെൽഫ് കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, അതേപോലെ റെന്റ്, അതും സെൽഫ് കൺസംഷൻ ആണ്. ചേഞ്ച് ഇൻ ദി ഇൻവെന്ററി, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് സെൽഫ് കൺസംഷൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്തുകൊണ്ട് അതിൽ ആഡ് ചെയ്തത്? അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അത് യൂഷ്വലി മാർക്കറ്റ് വഴിയാണ് സെയിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സെൽഫ് കൺസംഷൻ പ്രോഡക്ട്സ് എങ്ങനെയായിരിക്കും? എക്സാമ്പിൾ പറയാം. ഒരു ഫാർമർ ഓൺ പ്രൊഡ്യൂസ് എന്ത് ചെയ്യുന്നു? കൺസ്യൂം ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു ഹൗസ് ഹോൾഡ് ഓൺ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഒരു മീൽസ് കുക്ക് ചെയ്യുവാണെങ്കിലോ ഇതൊക്കെയാണെങ്കിലോ ഒരു മാർക്കറ്റ് വഴി സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണോ? ഇല്ലല്ലോ. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് മാർക്കറ്റ് പ്രൈസ് വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇംപ്യൂട്ടഡ് വാല്യൂ ഒരു കേസ് പറയുന്നുണ്ട്. ഇംപ്യൂട്ടഡ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ എന്നാ ചെയ്യണം? ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ എക്കണോമിക്കിന്റെ വാല്യൂവിൽ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അതായത് എക്കണോമിക് ആക്ടിവിറ്റിയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് എൻഷുർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ആഡ് ചെയ്യുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഈ പോയിന്റ്സ് ഓർത്ത് വെക്കുക. നമ്മൾ സെൽഫ് കൺസ്യൂം ചെയ്യുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയിൽ ആഡ് ആവുന്നില്ല, അതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇത് ഡീറ്റെയിൽ ആയിട്ടില്ല, ജസ്റ്റ് നമുക്ക് ഈ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ആ ഫാർമറിന്റെ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇത്രയാണ് വാല്യൂ ആഡഡ് മെത്തഡ് ഓർ പ്രോഡക്റ്റ് മെത്തഡ് എന്നതിൽ പറയുന്നത്. അടുത്ത മെത്തഡാണ് ഇൻകം മെത്തഡ്. ഇൻകം മെത്തഡ് നമ്മൾ എന്താ നോക്കാം.
Production is carried out by the combined effort of all factors of production. Whatever is produced by an producing unit is distributed among the factors of production. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ? സമ്മേഷൻ ഓഫ് ഫാക്ടറി ഇൻകം paid out by all production units within the domestic territory of a country. അതായത് ഇൻകം മെത്തേഡ് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഫാക്ടറി ഇൻകത്തിന്റെ സമ്മേഷൻ ആണ് ഇൻകം മെത്തേഡ്. ഓക്കെ ആണോ? അതായത് ഫാക്ടറി ഇൻകം എന്ന് വെച്ചാൽ എന്താ? വേജസ്, സാലറി, റെന്റ്, ഇൻട്രസ്റ്റ്, ഇങ്ങനത്തെ പ്രോഫിറ്റ്, അതേപോലത്തെ ഇങ്ങനത്തെ ഫാക്ടേഴ്സിന്റെ ഒക്കെ ഒരു സം ആണ് ഇൻകം മെത്തേഡിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇക്വേഷൻ സം ഓഫ് ഫാക്ടറി ഇൻകം പെയ്ഡ് ഔട്ട് ബൈ ഓൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. എല്ലാം ഡൊമസ്റ്റിക് ടെറിട്ടറിയിലാണ്. അത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാവുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാക്ടറി ഇൻകം ആണ്. അതിന്റെ സമ്മേഷൻ ആണ് എന്ത്? ഇൻകം മെത്തേഡിൽ പറയുന്നത്. ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. NNPFC നാഷണൽ ഇൻകത്തിന്റെ ഇക്വേഷൻ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, ഓപ്പറേറ്റിംഗ് സർപ്ലസ്, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതായിരുന്നു. മിക്സ്ഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ അല്ലേ? പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് only incomes earned by the owners of primary factors of production are included in the national income. ഈ primary factors of production ആയിരിക്കും നാഷണൽ ഇൻകത്തിന്റെ ഈ ഇൻകം മെത്തേഡിൽ മെയിൻ ആയിട്ട് ആഡ് ചെയ്തേക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ? ലാൻഡ്, ക്യാപിറ്റൽ, ലേബർ എന്ന രീതിയിലാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ പബ്ലിക് ഡെപ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ കൺസംഷൻ ലോൺസ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ വൺ ഫേം ടു അനദർ ആർ എക്സ്ക്ലൂഡഡ്. ഇങ്ങനത്തെ ഫാക്ടേഴ്സ് എക്സ്ക്ലൂഡഡ് ആയിരിക്കും. പ്രോഫിറ്റ് ഈക്വൽ ടു കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ഡിവിഡൻഡ് റീറ്റെയിൻ പ്ലസ് ഏർണിങ്സ്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, അതിന്റെ കൂടെ ഡിവിഡൻഡ് പ്ലസ് ഏർണിങ്സ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? വൈൽ യൂസിങ് ഇൻകം മെത്തേഡ്, ക്യാപിറ്റൽ ഗെയിൻസ്, വിൻഫോൾ പ്രോഫിറ്റ്, ട്രാൻസ്ഫർ ഇൻകം, ഇൻകം ഫ്രം ദ സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, അതേപോലെ ഫിനാൻഷ്യൽ അസറ്റ് പെയ്ഡ് ഔട്ട് ഓഫ് പാസ്റ്റ് സേവിങ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. ഈ പാസ്റ്റ് സേവിങ്സ് നോട്ട് ചെയ്യുക, നോട്ട് ഇൻക്ലൂഡഡ്. ഇതിൽ എന്താ പറയുന്നത്? ഇത്രയും ഫാക്ടേഴ്സ് എന്താ ഇൻക്ലൂഡ് ആവുന്നില്ല. പക്ഷേ അടുത്ത് പറയുന്നത് എന്താ? കമ്മീഷൻ, ബ്രോക്കറേജ്, ഇംപ്യൂട്ടഡ് വാല്യൂ ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഓണേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡഡ് ആഡ് ടു ദ കറന്റ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതൊക്കെ എന്താ ചെയ്തത്? കറന്റ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ടാണ് ഇവർ പറയുന്നത്. ഇവർ മെയിൻ ആയിട്ട് പറയുന്നത് ചില ഫാക്ടേഴ്സ് എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ആവുന്നില്ല. ഇൻകം മെത്തേഡിൽ ഇത്രയും ഫാക്ടേഴ്സ്, ക്യാപിറ്റൽ ഗെയിൻസ്, വിൻഫോൾ പ്രോഫിറ്റ്, അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇൻക്ലൂഡ് ആവുന്നില്ല. സമ്മേഷനിൽ ഇൻക്ലൂഡ് ആവുന്നില്ല. പക്ഷെ ചില ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇൻക്ലൂഡ് ആവുന്നു. അതിന്റെ റീസൺ എന്താ? ഡീറ്റെയിൽ ആയിട്ട് റീസൺ പറയുന്നില്ല. പക്ഷേ അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ മെത്തേഡ് എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻകം ജനറേഷൻ മെത്തേഡിൽ നമ്മൾ കറന്റ് എക്കണോമിക് ആക്ടിവിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പാസ്റ്റ് സേവിങ്സ് എന്ന് വെച്ചാൽ ഇത് കറന്റ് അല്ല. ഓക്കെ, ഇത് ഓൾറെഡി കഴിഞ്ഞു പോയതാണ്. അതേപോലെയാണ് ക്യാപിറ്റൽ ഗെയിൻസും വിൻഫോൾ പ്രോഫിറ്റ് എന്നൊക്കെ പറയുവാണെങ്കിൽ അത് വൺ ടൈം ഗെയിൻ എന്ന രീതിയിലായിരിക്കും പറയുന്നത്. അതേപോലെ ട്രാൻസ്ഫർ ഇൻകം എന്ന് വെച്ചാൽ ഡൊണേഷൻ ഒക്കെ രീതിയിൽ. ഓക്കെ അല്ലേ? ഇതൊക്കെ കറന്റ് ഫാക്ടേഴ്സ് അല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. കറന്റ് ഫ്ലോ ഓഫ് ഗുഡ്സ് മാത്രം, ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യുന്നത്? ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ആഡ് ചെയ്യേണ്ടാത്തത് എന്ന് ഒരു ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി നോട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, യൂഷ്വലി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ലേബർ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഇൻകം. നമുക്ക് ലേബർ ഇൻകം, ക്യാപിറ്റൽ ഇൻകം ഡിഫിക്കൽട്ട് ആണ്. അത് എന്തുകൊണ്ട്? സെപ്പറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. കാരണം പീപ്പിൾ പ്രൊവൈഡ് ബോത്ത് ലേബർ ആൻഡ് ക്യാപിറ്റൽ സർവീസസ്. ലേബറും ക്യാപിറ്റൽ സർവീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കാം. lawyers, engineers, traders, proprietors. It is difficult to differentiate between labor element and capital element in the income of a people. അതായത് ലേബർ എലമെന്റും ക്യാപിറ്റൽ എലമെന്റും ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? മിക്സ്ഡ് ഇൻകം എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. മിക്സ്ഡ് ഇൻകം is introduced which includes all those income which are difficult to സെപ്പറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇൻകം മിക്സ്ഡ് ഇൻകത്തിൽ ഇൻക്ലൂഡ് ആണ്. ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇൻകം മെത്തേഡിൽ നമ്മൾ എന്താ നോക്കിയത്? എല്ലാ ഇൻകത്തിന്റെയും സമ്മേഷൻ എന്ന പോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ നോക്കുന്നത് എല്ലാ എക്സ്പെൻഡിച്ചറിന്റെയും സമ്മേഷൻ ആണ്. GDP-MP എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ എക്സ്പെൻഡിച്ചറിന്റെ സമ്മേഷൻ ആണ് GDP-MP ആയിട്ട് ഇവർ പറഞ്ഞേക്കുന്നത്. ഇൻ എക്സ്പെൻഡിച്ചർ അപ്രോച്ച് ഓൾസോ കോൾഡ് ഇൻകം ഡിസ്പോസൽ അപ്രോച്ച്. നോട്ട് ചെയ്ത് വെക്കുക. ഇൻകം ഡിസ്പോസൽ, എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഇൻകത്തിനെ ഡിസ്പോസ് ചെയ്യുക. ഓക്കെ അല്ലേ? നാഷണൽ ഇൻകം ഇസ് ദ അഗ്രിഗേറ്റ് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഇൻ ആൻ എക്കോണമി ഡ്യൂറിംഗ് ആൻ അക്കൗണ്ടിംഗ് ഇയർ. ഫൈനൽ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് അഗ്രിഗേറ്റ് ഫൈനൽ എക്സ്പെൻഡിച്ചർ ആണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ സമ്മേഷൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും. ഇത് നമ്മൾ നോക്കാം. ഫസ്റ്റ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ നോക്കാം. ദ വാല്യൂ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ്. ഇവിടെ എന്താ പറയുന്നത്? വാല്യൂ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഫോർ ഓൺ കൺസംഷൻ ബൈ ഹൗസ് ഹോൾഡ്, പേയ്മെന്റ്സ് ഫോർ ഡൊമസ്റ്റിക് സർവീസസ്, one household renters to another,
നെറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ് ഓർ നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. Land and residential building purchased or constructed by the household are not part of the PFC. PFC എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നതെല്ലാമാണ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. പക്ഷേ ലാൻഡും റെസിഡൻഷ്യൽ ബിൽഡിങ്ങും ഈ പ്രൈവറ്റ് ഫൈനൽ കൺസംഷനിൽ ആഡ് ആവുന്നില്ല. അതിന്റെ റീസൺ എന്താ? അത് കൺസംഷൻ ആണോ? അത് കൺസംഷൻ അല്ല, അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്യാത്തത്. അതിവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ അത് നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ. കാരണം എന്താ? കൺസംഷൻ അല്ല, അത് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് നമുക്ക് റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാക്കും. കാരണം ലാൻഡും ബിൽഡിങ്ങും ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണോ? അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്യാത്തത്. കൺസംഷൻ മാത്രമാണ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ ആഡ് ചെയ്യുന്നത്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത് പറയുന്നത് ഓൺലി എക്സ്പെൻഡിച്ചർ ഓൺ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പീരിയഡ് of which national income is to be measured and net foreign investment are included in the expenditure method of calculating national income. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതേപോലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ ആണോ? ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് മെയിൻ ആയിട്ട് ഈ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എന്നാന്ന് ഒരു ഐഡിയ ഉണ്ടല്ലോ. ഇപ്പം കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാം ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ. ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് എക്സ്പെൻസ് ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ആണ്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഈ ഡിഫൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇതൊക്കെ മാർക്കറ്റിൽ സോൾവ് ചെയ്യുന്നുണ്ടോ, സെയിൽസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇവർ എന്നാ പറയുന്നത്? ദ വൺ ആൻഡ് ഓൺലി വേ ദേ ക്യാൻ ബി വാല്യൂഡ് ഇൻ മോണിറ്ററി ടേംസ് ഈസ് ബൈ ആഡിങ് ദ മണി സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദീസ് സർവീസസ്. നമ്മുടെ എയിം എന്താ? ശരിക്കും ഒരു എക്കോണമിയിൽ ഉണ്ടാകുന്ന കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഒക്കെ ആഡ് ചെയ്യുവാണ്. ഏത് മെത്തേഡിൽ ചെയ്യുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ. എത്ര രൂപ അവർ സ്പെൻഡ് ചെയ്തു, എത്ര മണി സ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ ആ ബേസിസിലാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ട്രീറ്റഡ് ആസ് ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. ഈ എക്സ്പെൻസ് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പെൻഷൻ, അതേപോലെ അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, സ്കോളർഷിപ്പ് ഇതൊക്കെ ആഡ് ചെയ്യുമോ? എക്സ്ക്ലൂഡഡ് ആണ്. ഇതൊക്കെ ആഡ് ചെയ്യുമോ? ഇല്ല. അതിന്റെ റീസൺ എന്താ? ഇതൊക്കെ എക്സ്ക്ലൂഡഡ് ആണ്. നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. കാരണം ഇത് ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. NNPFCയിൽ വരുമോ? നാഷണൽ ഇൻകത്തിൽ വരുമോ? വരില്ല. ട്രാൻസ്ഫർ പേയ്മെന്റ് വരില്ല. ഓക്കെ ആണോ? അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ. ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താ? അതായത് ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി നോട്ട് ചെയ്ത് വെക്കുക. ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് വെച്ചാൽ പാർട്ട് ഓഫ് കൺട്രീസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിന്റെ പാർട്ടാണ്, പക്ഷെ കൺസ്യൂം ചെയ്തിട്ടില്ല. പക്ഷെ എന്താ? ബട്ട് ആഡഡ് ടു ദ നേഷൻസ് ഫിക്സ്ഡ് ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റിനെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്, കൺസ്യൂം ചെയ്തിട്ടില്ല. പക്ഷേ എന്താ? ഫിക്സ്ഡ് ടാഞ്ചിബിൾ അസറ്റിനെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്ലൂഡ് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ മിഷനറി എക്യുപ്മെന്റ്സ്, ഓൺ അക്കൗണ്ട് പ്രൊഡക്ഷൻ ഓഫ് മിഷനറി ആൻഡ് എക്യുപ്മെന്റ്, എക്സ്പെൻഡിച്ചർ ഓൺ കൺസംഷൻ, എക്സ്പെൻഡിച്ചർ ഓൺ ചേഞ്ചസ് ഇൻ ദ ഇൻവെന്ററീസ്, വാല്യുബിൾസ്. ഇതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഐഡിയക്ക് ഓർത്ത് വെച്ചാൽ മതി. ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് വെച്ചാൽ കൺട്രിയുടെ എക്കണോമിക് എക്സ്പെൻഡിച്ചറിലെ പാർട്ടാണ്, പക്ഷെ കൺസ്യൂം ചെയ്തിട്ടില്ല. ഫിക്സ്ഡ് ടാഞ്ചിബിൾ അസറ്റിലാണ് മെയിൻ ആയിട്ട് അത് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത് പറഞ്ഞിരിക്കുന്നത് നെറ്റ് എക്സ്പോർട്ട് ആണ്. നെറ്റ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് നെറ്റ് എക്സ്പോർട്ട് ആയിട്ട് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ ആണോ? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഇക്വേഷൻസ് ആണ്. GDP-MP എങ്ങനെയാണ്? അത് നമ്മൾ എന്താ? C പ്ലസ് GDFC പ്ലസ് NX. NX എന്ന് വെച്ചാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്സ്. നമ്മളിവിടെ നോക്കിയില്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ആണ് എന്ത്? NX. ഓക്കെ അല്ലേ? C എന്ന് വെച്ചാൽ കൺസംഷൻ, പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ, പിന്നെ ഗവൺമെന്റിന്റെ. അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഓൾ ദ 3 മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം. നമ്മളിപ്പോൾ നോക്കിയ 3 മെത്തേഡ്സ് എന്താ? വാല്യൂ ആഡഡ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. കമ്പ്യൂട്ടേഷൻ ഷുഡ് ബി അറൈവ് ദ സെയിം ഫിഗർ ആണ് ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് സെയിം ഫിഗർ ആണ്. ദ 3 ഡയമെൻഷണൽ വ്യൂ ഓഫ് ദ എക്കോണമി. നമ്മളിത് നോക്കുന്നത് വഴി നമുക്ക് എക്കോണമിനെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ കിട്ടും എന്നാണ് പറയുന്നത്. ഇറ്റ് മെഷർ ദ എറർസ് ഓഫ് ഈച്ച് മെത്തേഡ്, പ്രൊവൈഡ്സ് എ ചെക്ക് ഓൺ ദ അക്യുറസി ഓഫ് അതർ മെത്തേഡ്. ഓരോ മെത്തേഡ്സ് എന്ത് ചെയ്യുന്നു? മറ്റു മെത്തേഡ്സിന്റെ അക്യുറസി ചെക്ക് ചെയ്യുന്നു. ഓക്കെ ആണോ? അടുത്ത് പറയുന്നതാണ് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് എന്താ പറയുന്നത്? ഇൻകം മെത്തേഡ് സൂട്ടബിൾ ഫോർ ദ ഡെവലപ്ഡ് എക്കോണമീസ് വെയർ പീപ്പിൾ പ്രോപ്പർലി ഫയൽ ദെയർ ഇൻകം ടാക്സ് റിട്ടേൺ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇൻകം മെത്തേഡ് ഏത് എക്കോണമിയിലാണ് സ്യൂട്ടബിൾ ആയിട്ട് പറയുന്നത്? അതായത് ഇൻകം മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ദ ഡെവലപ്ഡ് എക്കോണമി. ഡെവലപ്ഡ് എക്കോണമിയിൽ സ്യൂട്ടബിൾ ആണ്. അതിന്റെ റീസൺ എന്താ? അവിടെയുള്ള പീപ്പിൾ എങ്ങനെ ഇരിക്കും? ഇത് ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഇൻകം മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. അതേപോലെ
ഇൻക്രീസിംഗ് പ്രൊപ്പോർഷൻ ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റഡ് ബൈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അതേപോലെ അഗ്രികൾച്ചർ സെക്ടറിൽ പ്രൊഡക്ഷൻ മെത്തഡും സ്മോൾ സ്കെയിൽ സെക്ടറിൽ നെറ്റ് വാല്യൂ ആഡഡ് ഈസ് എസ്റ്റിമേറ്റഡ് ബൈ എങ്ങനെയാ ഇൻകം മെത്തഡും കൺസ്ട്രക്ഷൻ സെക്ടറിൽ എക്സ്പെൻഡിച്ചർ മെത്തഡും. ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഇൻകം മെത്തഡ് ഏത് സെക്ടറിലാണ് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ഏത് എക്കോണമിയിലാണ് യൂസ് ചെയ്യുന്നത്? ഡെവലപ്ഡ് എക്കോണമി. അതാണ് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകത്തിലെ മെയിൻ ആയിട്ടുള്ള 3 മെത്തേഡ്സ് ആണിത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിത് ഓരോ പോർഷൻസും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നേക്കുന്ന പോലെ ഞാൻ ഒരു പോർഷൻ തന്നെ സ്കിപ്പ് ആക്കാതെ മാക്സിമം ടെക്സ്റ്റിലുള്ള പോലെ തന്നെയാണ് പറയാൻ ട്രൈ ചെയ്തേക്കുന്നത്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഓരോ പോർഷൻസും നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇത് ഇക്വേഷൻസ് നോക്കി ഒന്നും ഭയങ്കര ടഫാന്ന് വിചാരിക്കേണ്ട. വാല്യൂ ആഡഡ് മെത്തേഡിൽ ആ എക്സാമ്പിൾ മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇൻകം മെത്തേഡിൽ എല്ലാത്തിൻ്റെ ഇൻകം ആഡ് ചെയ്യുക, എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ എല്ലാത്തിൻ്റെ എക്സ്പെൻസ് ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ ഈ ബോക്സ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്. ഈ ബോക്സിൽ നമ്മൾ വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡിൽ പറഞ്ഞേക്കുന്നത് എന്താ? നെറ്റ് വാല്യൂ ആഡഡ് ബൈ ഓൾ ദ പ്രൊഡ്യൂസിങ് എന്റർപ്രൈസ്. എല്ലാ എന്റർപ്രൈസസിന്റെ എന്ത് ചെയ്യുന്നു? നെറ്റ് വാല്യൂ ആഡ് ചെയ്യുന്നു. അഗ്രികൾച്ചർ, അതായത് ഫാർമർ ചെയ്യുമ്പോൾ 100 rupees ആഡ് ചെയ്തു. അതേപോലെ ഇവിടെ എന്താ ചെയ്ത്? മില്ലറിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു? മില്ലറിന്റെ 50 ആഡ് ചെയ്തു. അതേപോലെ ലാസ്റ്റ് സർവീസ് സെക്ടറിന് കൊടുക്കുമ്പോഴോ 100 ആഡ് ചെയ്തു, 250 കിട്ടി. അതാണ് പറയുന്നത്. ഓക്കെ ആണോ? പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ജസ്റ്റ് ഇത് ഐഡിയക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ പേസ് ഓഫ് ഇൻകം മെത്തേഡിൽ എന്താ പറയുന്നത്? ഇൻകം മെത്തേഡിൽ ടോട്ടൽ ഫാക്ടർ ഇൻകം ജനറേറ്റഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫാക്ടർ ഇൻകത്തിന്റെ ബേസിസിലാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ് സമ്മേഷൻ ഓഫ് ഫാക്ടർ ഇൻകം. ഓക്കെ അല്ലേ? കോൺട്രിബ്യൂഷൻ ടു ദ ഫാക്ടർ ഓണേഴ്സ്. ഫാക്ടർ ഓണേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്പോസിഷൻ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലോ സം ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ 3 സ്പെൻഡിങ് യൂണിറ്റ്സ് ഇൻ ദ എക്കോണമി, നെയിംലി ഗവൺമെന്റ്, കൺസ്യൂമർ, ഹൗസ് ഹോൾഡ്. സോ ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലോ ഓഫ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ ആണോ? ഇത് കൺസംഷനും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനെയും ഒരു ഫ്ലോ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ മെത്തേഡ്സ് ആണ് നോക്കിയത്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നോക്കുക. ഇത് വായിച്ചു നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ മെയിൻ ആയിട്ട് സിസ്റ്റം ഓഫ് റീജിയണൽ അക്കൗണ്ട്സും GDP വെൽഫെയർ അതിന്റെ ലിമിറ്റേഷൻസ് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.